നമസ്കാരം. ഗൗതമേ, 1957 ലോകത്തിലാദ്യമായി കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ ഈ കേരളത്തിൽ അധികാരത്തിൽ വന്നത്. അതിനു മുൻപ് കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ അധികാരത്തിൽ വന്നോ എന്നറിയില്ല. എങ്കിൽ കമ്മ്യൂണിസ്റ്റിന് അധികാരം കിട്ടിയതൊരു പഞ്ചായത്തായിരുന്നു, അത് ഇറ്റലിയിലായിരുന്നു. പക്ഷേ ലോകത്തിൽ ആദ്യമായി ബാലറ്റ് സമ്പ്രദായത്തിലൂടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നത് ഈ കൊച്ചു കേരളത്തിലാണ്. 1957 സഖാവ് EM ശങ്കരൻ നമ്പൂതിരിപ്പാടിൻ്റെ, നമ്മളെല്ലാവരും ആദരവോടുകൂടി EMS എന്ന് വിളിക്കുന്ന അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു മന്ത്രിസഭയായിരുന്നു. അന്ന് അവിടുന്ന് 1957 മുതൽ ഇപ്പോൾ 2026 കാലം എത്തി നിൽക്കുമ്പോൾ കാലോചിതമായി കമ്മ്യൂണിസത്തിന് ഉണ്ടായ ഗതിവിഗതികൾ, അതായത് വളർച്ചയും തളർച്ചയും കണ്ട ആളുകളാണ് നമ്മൾ മാധ്യമ തൊഴിലാളികൾ. ഇവിടെ എടുത്തു പറയാൻ ഉദ്ദേശിക്കുന്നത് 1957 നിന്നും 2026 കാലം കടന്നെത്തുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അപജയങ്ങൾ എവിടെ എത്തി നിൽക്കുന്നു, അതിൻ്റെ ആണിക്കല്ലിളകി നിൽക്കുന്ന അവസ്ഥയിലാണ് കേരളത്തിൽ ഇന്ന്. ലോകത്ത് ആകമാനം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ അവസ്ഥയും മറ്റൊന്നല്ല. ഇന്ത്യയിൽ ത്രിപുരയിലും ബംഗാളിലും കേരളത്തിലുമെല്ലാം കൊടികുത്തി വാണിരുന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഇന്ന് തരി പോലുമില്ല, കണ്ടെത്താൻ മഷിയിട്ട് നോക്കിയാൽ പോലും കണ്ടെത്താൻ സാധിക്കില്ല എന്നുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേവലം 35 സീറ്റിലേക്കാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മാറിയത്. രണ്ടാം പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ഏതാണ്ട് 99 സീറ്റോടുകൂടി, ഏതാണ്ടല്ല 99 സീറ്റോടുകൂടി വ്യക്തമായ ഭൂരിപക്ഷത്തോടു കൂടി തന്നെയാണ് അധികാരത്തിൽ വന്നത്. അവിടെ നിന്നും 2026 കാലം മാറുമ്പോൾ പിണറായി വിജയൻ നയിച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 35 സീറ്റിലേക്ക് ഒതുങ്ങി ശുഷ്കമായ ഒരു പ്രതിപക്ഷമായി സഭയിൽ അവശേഷിക്കുന്ന കാഴ്ചയാണ് നാം കണ്ടത്. പറഞ്ഞു വരുന്നത്, ലോകത്തെമ്പാടും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ക്ഷീണം സംഭവിച്ചത് പലപ്പോഴായി പല രാജ്യങ്ങളിലും കമ്മ്യൂണിസം തകർന്നടിയുന്നതും നമ്മൾ കണ്ടറിഞ്ഞു. ഇവിടെ കേരളത്തിലും സമാനമായ രീതിയിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ കാലിടറുന്ന കാഴ്ചകളാണ് കാണാൻ കഴിയുന്നത്. അതിന് ഒരു പരിധിവരെ മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളുടേതുപോലെ തന്നെ മതനിരപേക്ഷ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അപജയം സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് തോന്നുക. എപ്പോഴും മതേതര നിലപാടുകൾ, മതനിരപേക്ഷമായ നിലപാടുകൾ സ്വീകരിക്കുന്നതായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സൈദ്ധാന്തിക മുഖങ്ങളെല്ലാം തന്നെ. എന്നാൽ ഈ അടുത്ത കാലത്ത് 4 വോട്ടിന് വേണ്ടി ഏതെങ്കിലുമൊക്കെ മതങ്ങളെ, അത് ന്യൂനപക്ഷമായാലും ഭൂരിപക്ഷമായാലും പ്രീണിപ്പിച്ച് കൂടെ നിർത്തുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. കേരളം 2 വട്ടം പിണറായി വിജയൻ ഭരിക്കുമ്പോൾ 10 വർഷക്കാലം പിണറായി വിജയൻ്റെ കീഴിൽ കേരളത്തിൽ നടമാടിയതും ഈ ന്യൂനപക്ഷ ഭൂരിപക്ഷ വർഗീയ പ്രീണനം തന്നെയാണ്. ഇവിടെ ഇപ്പോൾ ഇസ്ലാമിസ്റ്റുകൾ എന്ന് പറയപ്പെടുന്ന ആ ഒരു പ്രത്യേക മതവിഭാഗത്തെ തീവ്രവാദവൽക്കരണം നടത്തുന്ന ഒരു പറ്റം ആളുകൾ, പ്രവാചകൻ മുഹമ്മദ് നബിയിലൂടെ പൂർണ്ണമാക്കിയ ഇസ്ലാമിൽ പുഴുക്കുത്തുകളാണ് ഭീകരവാദ പ്രസ്ഥാനത്തിന് മുൻതൂക്കം കൊടുക്കും, മതത്തിൻ്റെ പേരിൽ ഭീകര പ്രസ്ഥാനം നടത്തുന്ന ആളുകൾ. ഇതുപോലെ തന്നെ ഇത് ഹിന്ദു വിഭാഗങ്ങളിലുമുണ്ട്, മറ്റിതര മതവിഭാഗങ്ങളിലുമുണ്ട്. ഏത് മതവിഭാഗങ്ങളിലേതായാലും തീവ്രവാദ ചിന്തകളെ ഒരു കാരണവശാലും നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ സാധിക്കില്ല. ഇന്ത്യയുടെ രാഷ്ട്രീയ മുഖം എന്ന് പറയുന്നത് മതേതര മുഖമാണ്, മതനിരപേക്ഷ മുഖം തന്നെയാണ്. നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്നത് പോലെ നാനാജാതി മതസ്ഥർ ഒരുമിച്ച് ജീവിക്കുമ്പോഴും ഏകോദര സാഹോദര്യം പുലരുവാൻ വേണ്ടി ഇന്ത്യ എപ്പോഴും പ്രതിജ്ഞാബദ്ധമാണ്. കേരളം അതുപോലെ തന്നെയായിരുന്നു. എന്നാൽ ഈ അടുത്ത കാലത്ത് ഇസ്ലാമിസ്റ്റുകളായിട്ടും ഹിന്ദുയിസ്റ്റുകളായിട്ടും കമ്മ്യൂണിസ്റ്റുകളുമായിട്ടും ഇവിടെ കാലം വഴിമാറി നടക്കുന്നു. കമ്മ്യൂണിസം ഇതിനെയെല്ലാം പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിൽ കേരളത്തിൽ അപജയത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഒരുപക്ഷെ എന്താണ് ചെയ്യാൻ പാടില്ലാത്തത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി, അതാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കുറേ കാലങ്ങളായി മതന്യൂനപക്ഷങ്ങളോടും ഭൂരിപക്ഷത്തോടും ചെയ്തുകൊണ്ട് തങ്ങൾക്ക് 4 വോട്ടിന് വേണ്ടി ഇവരെ മാറി മാറി പ്രീണിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഒരു കാരണവശാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വളർച്ചയ്ക്ക് ഗുണകരമാകില്ല. ഇന്നിപ്പോൾ തളർന്ന് നട്ടലൊടിഞ്ഞു കിടക്കുന്ന അവസ്ഥയിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എത്തി നിൽക്കുന്നു എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുമ്പോൾ ഇതിൽ നിന്ന് ഒരു ഉയർത്തെഴുന്നേൽപ്പിന് വേണ്ടി ഇനി കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ത് തരത്തിലുള്ള ഒരു പ്രത്യയശാസ്ത്രത്തിൻ്റെ പുറകെയാണ് പോകേണ്ടത്, ഇതുപോലുള്ള മത തീവ്രവാദ ചിന്തകൾ പുലർത്തുന്ന പാർട്ടികളുമായി കൂട്ടുകൂടാൻ സാധിക്കുമോ എന്നുള്ളതാണ് ഇവിടെ എൻ്റെ ചോദ്യം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉയർത്തെഴുന്നേൽപ്പ് അത് അവർ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്ന ഒന്നാണ്. കൂലങ്കുഷമായിട്ട് AKG സെൻറ്ററിലും അതോടൊപ്പം തന്നെ പോളിറ്റ് ബ്യൂറോയിലൊക്കെ
ചിന്തകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എങ്ങനെ ഉയർത്തെഴുന്നേൽക്കാം എന്നുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള പല ചർച്ചകളുടെയൊക്കെ ഒരു ഭാഗമായിട്ടാണ് KEN എന്ന് പറയുന്ന ഇടത് സാംസ്കാരിക പ്രവർത്തകൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ രംഗത്തെത്തുകയും ചില വിവാദങ്ങളൊക്കെ ഉണ്ടാക്കുകയൊക്കെ ചെയ്തിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് എന്താണ്? ജിഹാദി കമ്മ്യൂണിസ്റ്റ് എന്നത് ഒരു മോശം വാക്കല്ല, ആഴത്തിലറിഞ്ഞാൽ അതൊരു ഗംഭീരമായ വിശേഷണമാണ് എന്നാണ് KEN ഒരു 2-3 ദിവസങ്ങൾക്ക് മുമ്പ് ഫേസ്ബുക്കിലൊക്കെ അഭിപ്രായം പങ്കുവച്ചത്. അപ്പോൾ അതിനെ അനുകൂലിക്കുന്ന കുറേയധികം ഇടതുപക്ഷ CPMകാരും എന്നാൽ അതിനോട് മുഖം തിരിഞ്ഞു നിൽക്കുന്ന കുറേയധികം ഇടതുപക്ഷ CPMകാരും രൂപപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. അപ്പം CPMൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് എങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ ആരെ പിന്തുണച്ചുകൊണ്ട് ഏത് രീതിയിൽ? നമുക്കറിയാം മത ന്യൂനപക്ഷങ്ങൾ, മുസ്ലിം സമുദായം ഒന്നടങ്കം CPMന് വിരുദ്ധമായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ ചിന്തിച്ചിട്ടുള്ളത്. N ബ്ലോക്കായിട്ട് അവരെ വോട്ടുകൾ മുഴുവൻ UDFിലേക്ക് കൊണ്ടുവരാനായിട്ട് VD സതീശൻ നേതൃത്വം നൽകിയ ആ ഒരു ധീരമായിട്ടുള്ള ബുദ്ധിക്കൊക്കെ സാധിച്ചു. അപ്പോൾ ആ ഒരു ധീരമായ ബുദ്ധി ഇനി CPM അടുത്ത ഈ 5 വർഷങ്ങൾക്കിടയിൽ നടത്തുമോ എന്നുള്ളതാണ് നമുക്ക് ചിന്തിക്കേണ്ടത്. അല്ലെങ്കിൽ അങ്ങനെ നടത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ലാഭം അവർക്ക് 2029 നേടാൻ പറ്റുമോ, വീണ്ടും അധികാരത്തിലേക്ക് വരാൻ പറ്റുമോ എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഇസ്ലാമിസ്റ്റുകളെ കൂട്ടുപിടിച്ചുകൊണ്ട് ഹിന്ദു ഫാസിസത്തെ അല്ലെങ്കിൽ RSSനെ BJPയൊക്കെ എതിർക്കുക എന്ന് പറയുന്ന ഒരു പ്രവണതയിലേക്ക് ഈ വരും 5 വർഷങ്ങളിൽ CPM ഇറങ്ങി പുറപ്പെട്ടു കഴിഞ്ഞാൽ ആർക്കാണ് അത് ആത്യന്തികമായിട്ട് ഗുണം ചെയ്യുക? അത് CPMനാകുമോ അതോ RSSനോ BJPക്കാകുമോ? ഇതൊരു വലിയ ഒരു വിഷയമായിട്ട് ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് രൂപപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ നിലവിൽ ഉയർന്നു വരുന്ന ഒരു വലിയ പ്രശ്നം എന്താണ്? VD സതീശൻ എന്ന് പറയുന്നത് RSSകാരനാണ്. SDPI പറഞ്ഞു അധികാരത്തിലേറിയ നാൾ മുതൽ VD സതീശൻ RSSൻ്റെ അജണ്ട നടപ്പാക്കുന്ന ഒരാളായി മാറി തീർന്നിരിക്കുന്നു. PM ശ്രീയിൽ അദ്ദേഹം പ്രതിപക്ഷ നേതാവായി ഇരിക്കുമ്പം എടുത്ത നിലപാടിൽ നിന്ന് വ്യതിചലിക്കേണ്ടി വരുന്നു. അങ്ങനെയുള്ള ഒട്ടനവധി കാര്യങ്ങൾ ഇപ്പം തന്നെ വലിയ പ്രതിസന്ധിയിലാണ് UDFനെ ആഴ്ത്തിയിരിക്കുന്നത്. അപ്പം ഈ ഒരു പ്രതിസന്ധി കൂടുതൽ മൂർച്ഛിച്ച് നിലവിലുള്ള UDFനെ പിന്തുണയ്ക്കുന്ന മുസ്ലിം സമുദായത്തിന് ഏതെങ്കിലും രീതിയിൽ CPMയുമായിട്ട് കൂടിച്ചേരാനായിട്ട് സാധിക്കുമോ? അതിന് ഇത്തരത്തിലുള്ള ജിഹാദി കമ്മ്യൂണിസ്റ്റ് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റും പ്രത്യയശാസ്ത്രവും ഇസ്ലാമിക തത്വചിന്തയും തമ്മിൽ ഒരുപാട് സാമ്യതയുണ്ടെന്നാണ് KEM പറയുന്നത്. കാരണം ഇസ്ലാമിക തത്വശാസ്ത്രത്തിൽ പല രീതിയിൽ സാമ്രാജ്യത്വത്തിനെതിരെ പോരാടുന്ന ഒരു സ്വഭാവം ഇസ്ലാം തത്വശാസ്ത്രത്തിനുണ്ട്. അതേപോലത്തെ സ്വഭാവം കമ്മ്യൂണിസ്റ്റ് തത്വശാസ്ത്രത്തിനുണ്ട്. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി യോജിച്ചുകൊണ്ട് ഒരു വിപ്ലവം നയിച്ചൂടെ എന്നാണ് KEN ചോദിക്കുന്ന ഉദാത്തമായിട്ടുള്ള ഒരു ആശയം എന്ന് പറയുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും മുസ്ലിങ്ങളും ഒന്നിച്ചിട്ട് വലിയൊരു വിപ്ലവം നയിക്കുന്നു. ആ വിപ്ലവത്തിൻ്റെ പേരിൽ അവർ അധികാരത്തിലേക്ക് വരുന്നു. ഇതാണ് ഇപ്പം നിലവിൽ CPMൻ്റെ അകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ചിന്ത. ഇത് ആത്യന്തികമായിട്ട് അവർക്ക് ഗുണകരമായിട്ട് മാറുമോ അതോ BJPക്ക് ഗുണകരമായിട്ട് മാറുമോ എന്നാണ് യഥാർത്ഥത്തിൽ നമ്മൾ ചോദിക്കേണ്ടത്. ഇത് എത്രമാത്രം മുസ്ലിം സമുദായത്തിലുള്ള ആളുകൾ ഈ ഒരു ആശയത്തോട് യോജിക്കും എന്നുള്ളതും അവർക്ക് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായിട്ട് ഒന്നിച്ച് പോകാൻ പറ്റുമോ തുടങ്ങിയ കുറേയധികം കാര്യങ്ങളുണ്ട്. അതായത് സ്വത്വവാദത്തെ മുൻനിർത്തിക്കൊണ്ട് നയിക്കുന്ന ഒരു രാഷ്ട്രീയം. ഗൗതമേ, ഇപ്പോൾ ഈ KEM ഉയർത്തി കാണിച്ച ഈ പ്രശ്നത്തിൽ തന്നെ വലിയൊരു അപാകതയുണ്ട്. കാരണം ഈ ഇസ്ലാം സാമ്രാജ്യത്വത്തിനെതിരെ പോരാടുന്നു എന്ന് പറയുമ്പോൾ ഇസ്ലാം എന്ന് പറഞ്ഞാൽ എപ്പോഴും മതാധിഷ്ഠിതമായി മാത്രം ചിന്തിക്കുന്ന ഒരു വിഭാഗമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഞാൻ അങ്ങനെ പറയുന്നത് തെറ്റാണ്. ഇസ്ലാം മതത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം ചിന്തിക്കുന്ന അതിൽ ഒരു സെക്ഷൻ ഓഫ് ആളുകൾ അങ്ങനെ എല്ലാവരെയും നമ്മൾ അടക്ഷാക്ഷേപിക്കുന്നത് ശരിയല്ല. ഇസ്ലാം എന്ന് പറഞ്ഞാൽ പരിഷ്കരിക്കപ്പെട്ട ഒരു മതത്തെ സംബന്ധിച്ചിടത്തോളം അത് ഇസ്ലാമിന്റെ വർഗീയ ചിന്താഗതിയല്ലേ പറഞ്ഞത്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ എപ്പോഴും അവർ മതത്തിന് വിഭിന്നമായി മതത്തിനപ്പുറത്തേക്ക് ഒരു കാര്യങ്ങളെയും അവർ സ്വീകരിക്കാൻ തയ്യാറല്ല. കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തത്തിൽ പറയുന്നത് എന്താണ്? എല്ലാം മതനിരപേക്ഷമായ രീതിയിലാണ് കാര്യങ്ങൾ അവർ സ്വീകരിക്കുക. അപ്പോൾ നേരത്തെ ഗൗതം ചൂണ്ടിക്കാണിച്ച പോലെ KENന്റെ ലേഖനത്തെ ഉദ്ദേശിച്ചാണ് ചൂണ്ടിക്കാണിച്ചെങ്കിലും ഹിന്ദു ഫാസിസ്റ്റ് ശക്തികളെ എതിർക്കുന്നതിന് വേണ്ടി ഇസ്ലാമിസ്റ്റുകളെ കൂട്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ഇസ്ലാമിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ വിവക്ഷിക്കപ്പെടുന്ന ആരെയാണ്? യഥാർത്ഥ ഇസ്ലാമുകൾ എന്ന് പറഞ്ഞാൽ അവരവരുടെ മതത്തെ വിശ്വസിക്കുന്നു, മതാനുഷ്ഠാന പ്രകാരം ജീവിക്കുന്നു. അതുകൊണ്ട് മറ്റുള്ള മതസ്ഥർക്ക് അവർ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നില്ല. എന്നാൽ ഇസ്ലാമിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ ഇസ്ലാം രാജ്യം, മുസ്ലിം രാജ്യം ഭരണം എല്ലാം അവരുടെ ചിന്താഗതിക്ക് അനുസരിച്ച് നടക്കണമെന്നുള്ള തത്വശാസ്ത്രം വെച്ച് പുലർത്തുന്നു.
പുലർത്തുന്ന ആളുകളാണ് ഇസ്ലാമിസ്റ്റുകൾ എന്ന് വിവക്ഷിക്കുന്നത്. അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും വിവക്ഷയുണ്ടോ എന്ന് എനിക്കറിയില്ല. എൻ്റെ ബോധ്യത്തിൽ ഇന്ന് വരെ വന്നിരിക്കുന്ന ഇത് തന്നെയാണ്. അപ്പോൾ ഈ ഹിന്ദു ഫാസിസ്റ്റ് ശക്തികൾ അല്ലെങ്കിൽ ഹിന്ദു രാഷ്ട്രം ഭരണം എന്ന് പറഞ്ഞ് വാശി പിടിച്ചുകൊണ്ട് നടക്കുന്ന ആളുകളെ എതിർക്കുന്നതിന് വേണ്ടി ഇസ്ലാമിസ്റ്റുകളെ കൂട്ടുപിടിക്കുമ്പോൾ ഇസ്ലാമിക രാജ്യ സംസ്ഥാപനത്തിന് വേണ്ടി നടക്കുന്ന ആളുകളെയാണ് കൂട്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ രണ്ടും ഒരേ രീതി തന്നെയല്ലേ? ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, ഈ ഒരേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് യഥാർത്ഥത്തിൽ ഇസ്ലാമിൻ്റെ തത്വശാസ്ത്രവുമായിട്ട് ഒന്നിച്ചു പോകാൻ പറ്റുന്ന നിരവധിയായിട്ടുള്ള ഘടകങ്ങളുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണ് ഇപ്പം എന്താണ് ജിഹാദിൻ്റെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം? ജിഹാദ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, അവർ അതിൽ പറയുന്നത് അവരുടെ ഒരു വിവക്ഷയിൽ സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടമാണ് ഈ ജിഹാദ് എന്ന് പറയുന്നത്. അങ്ങനെയല്ലല്ലോ പറയുന്നത്. ഇപ്പോൾ മതത്തിന് വേണ്ടി ജീവിക്കുക, മതത്തിന് വേണ്ടി മരിക്കുക, അതാണോ യഥാർത്ഥത്തിൽ? ഇപ്പോൾ നമ്മളിത് പറഞ്ഞ വലിയ ഒച്ചപ്പാടുകളുണ്ടാവും. നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ മതം ഒരാളെ ജീവിക്കാനല്ലേ പഠിപ്പിക്കുക. മതം ഒരാളെ ജീവിക്കാൻ, മതത്തിൻ്റെ ആദർശങ്ങളിൽ ഊന്നി നിന്നുകൊണ്ട് ജീവിക്കാനാണ് പഠിപ്പിക്കുക. അല്ലെ മതം എങ്ങനെ മരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? അപ്പോൾ മരണത്തെ പുൽകാൻ വേണ്ടിയിട്ടാണ് ഒരു സിദ്ധാന്തം പഠിപ്പിക്കുന്നത് ഇസ്ലാമിസ്റ്റുകൾ. അല്ലെങ്കിൽ ഇസ്ലാം അങ്ങനെ പഠിപ്പിക്കുന്നുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന ഇസ്ലാം അതല്ല, സമാധാനത്തിൻ്റെ സന്ദേശം ഓതുന്ന മതം തന്നെയാണ് ഇസ്ലാം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ഞാൻ ഈ ഖുറാൻ ഞാൻ വായിച്ചിട്ടുണ്ട്, മലയാള പരിഭാഷയാണ് വായിച്ചിരിക്കുന്നത്. അതിൽ നിന്ന് എനിക്ക് മനസ്സിലായ കാര്യം സമാധാനത്തിൻ്റെ മതം തന്നെയാണ് ഇസ്ലാം എന്നുള്ളത്. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സമാധാനത്തിൽ എത്ര കണ്ട് പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എന്നുള്ളത് കഴിഞ്ഞ കാലം കുറേ സംഭവങ്ങൾ കേരളത്തിൽ സംഭവങ്ങൾ കൂട്ടി ഇവരെ എങ്ങനെ യോജിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവർക്ക് രണ്ടുപേർക്കും ഒരു കോമൺ ശത്രു ഉണ്ട്. ആ കോമൺ ശത്രു ആരാണ്? ആ കോമൺ ശത്രു എന്ന് പറയുന്നത് മർദ്ദിത വിഭാഗമാണ്. ഈ ഒരു ലൈനിൽ അതോടൊപ്പം തന്നെ ഇസ്ലാമിൽ സക്കാത്ത് കൊടുക്കുക, ഇല്ലാത്തവന് സക്കാത്ത് കൊടുക്കുക എന്ന് പറയുന്നത് അവരെ ഒരു മതാചാരപ്രകാരം ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ്. അപ്പം ഇങ്ങനെയുള്ള കുറേ താഴത്തുള്ള അസമത്വങ്ങൾ ഇല്ലാതാക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഇസ്ലാമിലുണ്ട്. ഏതാണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും ഇത് തന്നെയാണ്. അപ്പൊ ഞാനിപ്പോ ഈ പറഞ്ഞ ഈ കാര്യങ്ങളുണ്ടല്ലോ, ഈ കാര്യങ്ങളൊക്കെ കൊണ്ട് ഇസ്ലാമിനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും യഥാർത്ഥത്തിൽ ഒന്നിച്ചു പോകാൻ പറ്റുമെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ലോകത്തെമ്പാടും നടക്കുന്ന പല ഇസ്ലാമിൻ്റെ അല്ലെങ്കിൽ ഇസ്ലാമിസ്റ്റുകൾ നടത്തുന്ന കുറേയധികം വിഡ്ഢിത്തരങ്ങളും വൃത്തികേടുകൾക്കെതിരെ വായി മൂടിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? CPM കമ്മ്യൂണിസ്റ്റ് പാർട്ടി വായി മൂടിയിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്, ഇവർക്ക് തമ്മിൽ അന്തർധാര വളരെയധികം സജീവമാണ്. ഇവർക്ക് തമ്മിൽ ഒരു കൂടിച്ചേരാൻ പറ്റുന്ന കുറേ അധികം ഘടകങ്ങളുണ്ട്. അതുകൊണ്ട് ഇസ്ലാമിൻ്റെ നെറികേടുകളെ ഒരിക്കലും CPM വിമർശിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇവർക്ക് യോജിക്കാനും പറ്റും. അപ്പോൾ അടുത്ത ഈ 5 വർഷം ഇപ്പം അധികാരമില്ല കേരളത്തിൽ, ഇന്ത്യയിൽ തന്നെ എവിടെയും ഇവരില്ല. അപ്പം എങ്ങനെ ഇവർ അധികാരത്തിൽ വരും? ഗൗതമ, ഇപ്പോൾ നേരത്തെ സക്കാത്ത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞു. ജനാധിപത്യപരമായ രീതിയിൽ ചിന്തിക്കുമ്പോൾ ഉള്ളവൻ ഇല്ലാത്തവന് കൊടുക്കണം എന്നൊരു രീതി വലിയ നല്ല കാര്യം തന്നെയാണ്. അതിപ്പോൾ ഇസ്ലാമിൽ അങ്ങനെ ഒരു അത് നിർബന്ധമാക്കിയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അവരുടെ ഫത്വയിൽ അത് പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. ഇത് എത്ര കണ്ട് മറ്റുള്ള രാഷ്ട്രീയ കക്ഷികൾ നോക്കുമ്പോൾ ഇത്ര കണ്ട് ജനാധിപത്യ സ്വഭാവം വച്ചു പുലർത്തുന്ന രാഷ്ട്രീയ കക്ഷികൾ എത്ര പേരുണ്ടെന്നുള്ളത് നോക്കണം. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ എന്താണ്? പൊതുപ്രവർത്തനം എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ കാര്യങ്ങൾക്കും ശാശ്വതമായ പരിഹാരം കാണുക എന്നുള്ളതാണ്. ഇവിടെ രാഷ്ട്രീയപരമായി രാഷ്ട്രീയ എതിരാളികളെ വെട്ടിയൊതുക്കി തള്ളുന്ന രീതിയാണ് പലപ്പോഴും പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും കണ്ടിട്ടുള്ളത്. അവിടെ എങ്ങനെയാണ് അവർ ശാശ്വത പരിഹാരം കാണിക്കുന്നത്? അസഹിഷ്ണുത മനോഭാവത്തോടു കൂടി പെരുമാറുന്ന ആളുകൾ അല്ല, അത് മാറ്റിയാൽ പോലും അത് മാറ്റുന്നില്ലല്ലോ. അപ്പോൾ ഇസ്ലാം എന്ന് പറയുന്ന പരിഷ്കരിക്കപ്പെട്ട ലോകത്ത് നിലനിൽക്കുന്ന ഒരു മതത്തിൻ്റെ തത്വചിന്തകളുമായി ബന്ധപ്പെടുത്തി എങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തങ്ങളെ സന്നിവേശിപ്പിക്കുക എന്നുള്ളത് KN തന്നെ വന്ന് പറയേണ്ടതായിട്ട് വരും. അപ്പോൾ എന്തായാലും നല്ലൊരു ജീവിതചര്യ പിന്തുടരുന്നതിന് ഇസ്ലാം ആയാലും ക്രിസ്ത്യാനിറ്റി ആയാലും അല്ലെങ്കിൽ ഹിന്ദുസ് ആയാലും അല്ലെങ്കിൽ ബുദ്ധിസ്റ്റ് ആയാലും എന്തും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നതിന് പ്രശ്നമില്ല. പക്ഷേ ഇതെല്ലാം അധികാരത്തിൻ്റെ അളവുകോൽ കൊണ്ട് അളന്ന് തിട്ടപ്പെടുത്തും. അധികാരം പിടിക്കുന്നതിന് വേണ്ടി ആരെ കൂട്ടുപിടിക്കണം എന്നുള്ള ചിന്താഗതി വരുമ്പോഴാണ് രാഷ്ട്രീയ നേതാക്കൾ മതനിരപേക്ഷ നിലപാടുകൾ മറന്നുകൊണ്ട് പെരുമാറുന്ന രീതി നമ്മൾ കണ്ടിരിക്കുന്നത്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ വക്താവ് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ 10 വർഷക്കാലം മുന്നോട്ട് കൊണ്ടുപോയി നയിച്ച് കേരളത്തിൻ്റെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി പദത്തിലിരുന്ന പിണറായി വിജയൻ തന്നെ മതനിരപേക്ഷ നിലപാടുകൾ വെടിഞ്ഞുകൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ എന്ന മതന്യൂനപക്ഷങ്ങൾക്കെതിരെ ഗർജിച്ച് ചാടുന്ന ഒരാളുടെ തോളിൽ കൈയിട്ടുകൊണ്ട് നടന്നൊരു സംഭവമുണ്ട്. 2024 നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ തോൽവിയിൽ അതൊരു വലിയ ഘടകമാണെന്ന് ഞാനല്ല പറയുന്നത്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിമർശകരല്ല പറഞ്ഞത്. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് വിശ്വാസികൾ തന്നെയാണ് പറഞ്ഞത്. വെള്ളാപ്പള്ളി നടേശൻ കൂടെ ന്യൂനപക്ഷങ്ങളെ കടന്ന് ആക്രമിക്കുന്ന ഒരു ശൈലിയാണ് കണ്ടത്, പ്രത്യേകിച്ച് ഇസ്ലാം ന്യൂനപക്ഷ വിഭാഗക്കാരെ. എന്നിട്ടും അതിന് തിരുത്താൻ ശ്രമിക്കാതെ വെള്ളാപ്പള്ളി നടേശനെ ശ്രീനാരായണ ഗുരുവിനോട് ഉപമിച്ചുകൊണ്ട് സംസാരിക്കുന്ന പിണറായി വിജയനാണ് നമ്മളവിടെ കണ്ടത്. കാരണം ഈ വിഭാഗത്തിൻ്റെ വോട്ടുകൾ കിട്ടി തങ്ങൾക്ക് വീണ്ടും ഒരു 3.0 ആവർത്തിച്ച് ഭരണത്തിൽ വരണമെന്നുള്ള ലക്ഷ്യം തന്നെയാണ്. അതായത് ഇപ്പോൾ ഇതാണ് യഥാർത്ഥത്തിൽ KEയും പറഞ്ഞത്. മർദ്ദിത
മതത്തോടും മർദ്ദിത ജാതിയോടും ഐക്യപ്പെടുന്നത് ഒരു ഇന്ത്യൻ മാർക്സിസ്റ്റായി ഇരിക്കുന്നതിൻ്റെ ആദ്യത്തെ 3 ഉപാധിയാണ്. ജാതി, ജന്മി, നാടുവാഴിത്ത കേരളം എന്ന EMSൻ്റെ കാഴ്ചപ്പാട്, ജാതി, പുരുഷാധിപത്യ, ഇസ്ലാമോഫോബിക് കേരളമായി എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇതാണ്, ഇവരെങ്ങനെയാണ് ഈ പാരലൽസിനെ ഡ്രോ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഇസ്ലാമിനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും ഐക്യപ്പെടാം എന്ന ഒരു സംഗതിയാണ് നിലവിൽ ഇപ്പോൾ KEN വിശദമാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിലേക്കാണ് പാർട്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ P ജയരാജന്റെ ഒരു പുസ്തകം പുറത്തിറങ്ങി. എന്താണ് ആ പുസ്തകത്തിന്റെ പേര്? ആ പുസ്തകത്തിന്റെ പേര് സനാതനികളുടെ ഹിന്ദുത്വ വഴികൾ എന്നാണ്. എന്തിനാണ് നിലവിൽ ഇപ്പം അങ്ങനെ ഒരു പുസ്തകം ഇറക്കേണ്ട ആവശ്യം? സനാതനികളുടെ ഹിന്ദുത്വ വഴികൾ. അപ്പോൾ CPM ആരംഭിച്ചു കഴിഞ്ഞു, ആ പ്രവൃത്തി അവർ സനാതനം എന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് എന്താണെന്നുള്ളത് P ജയരാജൻ വ്യക്തമാക്കണം. സനാതനം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിന് ഉദ്ഘോഷിക്കുന്ന അല്ലെങ്കിൽ അവർ തലയിലേറ്റിക്കൊണ്ട് കൊടുക്കുന്ന ഒരു രീതിയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണോ P ജയരാജൻ അങ്ങനെ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഇതെല്ലാവരും എല്ലാ ആളുകളും ഉപയോഗിക്കുന്നത് തരം പോലെ ഈ കമ്മ്യൂണിസത്തെയും അല്ലെങ്കിൽ ഇസ്ലാമികതയും എല്ലാം ഉപയോഗിക്കുന്നത് തരം പോലെ മാറി മാറി ഉപയോഗിക്കുന്നത് രാഷ്ട്രീയ അധികാര കേന്ദ്രങ്ങളുടെ ഞാനൊരു കാര്യം ചോദിക്കാം നിങ്ങളോട്. പാലസ്തീനു വേണ്ടി CPM ഐക്യപ്പെടുന്നുണ്ട്. അമേരിക്ക തെണ്ടിത്തരാണ് കാണിക്കുന്നതെന്ന് CPMന് നിലപാടുണ്ട്. ഇസ്ലാമിസ്റ്റുകൾക്കും അല്ലെങ്കിൽ ഇസ്ലാം മതവിശ്വാസികൾക്കും ഇതേ അഭിപ്രായമുണ്ട്. അങ്ങനെയുള്ള നിരവധിയായിട്ടുള്ള മേഖലകളിൽ ഇവർക്ക് തമ്മിൽ യോജിച്ച് പോകാൻ പറ്റും. പിന്നെ നിലവിൽ ഈ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെള്ളാപ്പള്ളിയുടെ വിഷയങ്ങളുണ്ട്. വെള്ളാപ്പള്ളിയെ കൂടെ നിർത്തുന്നു എന്ന് പറയുന്ന ഒരു ഇംപ്രഷൻ മുസ്ലിം സമുദായത്തിനിടയിൽ വല്ലാത്ത രീതിയിൽ ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നിലവിൽ ഇപ്പോൾ പിണറായി വിജയൻ RSSകാരനാണ്, BJPയുടെ ഏജന്റാണെന്നുള്ള രീതിയിലുള്ള കുറേയധികം പ്രചരണങ്ങൾ ഉണ്ടായിരുന്നു. ഇതൊക്കെ കൊണ്ട് തന്നെയാണ് മുസ്ലിം സമുദായം CPMൽ നിന്ന് അകപ്പെട്ടു പോയിട്ടുള്ളത്. അത് കൃത്യമായിട്ട് അവർ തിരിച്ചറിയുന്നു. ആ തിരിച്ചറിവിൻ്റെ ഭാഗമായിട്ടാണ് P ജയരാജനെ പോലുള്ള CPMന്റെ മുതിർന്ന നേതാവിനെ സംബന്ധിച്ചിടത്തോളം സനാതനികളുടെ ഹിന്ദുത്വ വഴികൾ എന്ന പുസ്തകം വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് P ജയരാജനെ സംബന്ധിച്ചിടത്തോളം കമ്മ്യൂണിസത്തെ കുറിച്ച് P ജയരാജൻ പഠിച്ചിട്ടുണ്ടായിരിക്കും. സനാതന ധർമ്മത്തെ കുറിച്ച് പഠിക്കാനും പുസ്തകം എഴുതാൻ വേണ്ടി കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ ഒരു ദിവസം P ജയരാജൻ കറങ്ങുണ്ടായെന്ന് പറഞ്ഞു. അത് നമ്മൾ കേട്ട വാർത്ത തന്നെയാണത്. അപ്പോൾ ഈ സനാതനം എന്താണെന്നുള്ളത് മനസ്സിലാക്കാനും സനാതനത്തെ കുറിച്ച് പുസ്തകം എഴുതാൻ P ജയരാജൻ മെനക്കെട്ടില്ലല്ലോ. കമ്മ്യൂണിസ്റ്റ് അല്ല, അത് നമുക്ക് മറ്റൊരു ചർച്ചയിൽ വിശദമായിട്ട് ചെയ്യാം. മനസ്സിലായോ? അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന വിഷയം അതല്ലല്ലോ. ഇവിടെ കമ്മ്യൂണിസത്തിന് നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ഇസ്ലാമിസത്തെ കൂട്ടുപിടിച്ചാലേ പറ്റുള്ളൂ. കൂട്ടുപിടിച്ചാലേ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ കമ്മ്യൂണിസത്തിന്റെ നിലനിൽപ്പ് എന്താണ്? അങ്ങനെയാണെങ്കിൽ കമ്മ്യൂണിസത്തിന്റെ നിലനിൽപ്പ് എന്താണ്? ഞാൻ ഒന്ന് പറഞ്ഞു തീർത്തോട്ടെ. മറ്റേതെങ്കിലും ഒരു ഇസത്തിനെ കൂട്ടുപിടിച്ചാൽ മാത്രമേ സ്വതന്ത്രമായി നിലനിൽക്കാൻ പറ്റാത്ത കമ്മ്യൂണിസത്തിന് ഇവിടെ നിലനിൽക്കാൻ പറ്റൂ എന്നുള്ളത് KEN ചൂണ്ടിക്കാണിച്ചിട്ടെങ്കിൽ അത് കമ്മ്യൂണിസത്തിന് നേരെയുള്ള വെല്ലുവിളിയാണ്. സോഷ്യലിസ്റ്റ് ആയാലും കമ്മ്യൂണിസ്റ്റ് ആയാലും മറ്റ് ഏത് ഇസമായാലും സ്വതന്ത്രമായിട്ട് ഇവർക്കൊന്നും നിലനിൽപ്പില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ആ ഇസത്തിൻ്റെ എല്ലാം പ്രാധാന്യം പ്രസക്തി എന്താണ് ഈ ലോകത്ത്? CPM എന്ന് പറയുന്നത് ഒരു ഹിന്ദു പാർട്ടിയാണെന്ന് പറയുന്ന പ്രചരണം തകൃതിയായിട്ട് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കുറേയധികം മുസ്ലിം സമുദായത്തിലുള്ള ആളുകൾ പോലും പറയുന്നു CPM ഒരു ഹിന്ദു പാർട്ടിയാണ്. അതുകൊണ്ട് കുറേയധികം ആളുകൾക്ക് ഈ പാർട്ടിയുമായിട്ട് ചേർന്ന് നിൽക്കാൻ താല്പര്യമില്ലെന്നേ, അതൊരു വാസ്തവമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കുറേ പ്രതിസന്ധികൾ, അത് മാത്രമല്ല കുറേയധികം ഹിന്ദുക്കൾ ഇപ്പോൾ CPM വിട്ടിട്ട് BJPയിലേക്ക് വോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കുറേയധികം പ്രതിസന്ധിയിൽ CPM കണ്ടെത്തിയിരിക്കുന്ന ഒരു വഴി എന്ന് പറയുന്നത് ഇസ്ലാമിക ഈ സ്വത്വവാദം, ആ സ്വത്വവാദവും അതിൻ്റെ ഒപ്പം കമ്മ്യൂണിസവും കൂടി മിക്സ് ചെയ്തുകൊണ്ട് കലക്കിക്കൊണ്ട് ഒരു പുതിയ ചേരുവ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഒരു വലിയ വിപ്ലവത്തിനുള്ള സാധ്യതയുണ്ടോ എന്നാണ് CPM കൃത്യമായിട്ട് പരീക്ഷിക്കുന്നത്. എന്തിനു വേണ്ടി എന്ന് പറഞ്ഞാൽ ഇതാണ് ജാതി അധികാരം പിടിക്കാൻ. അധികാരം തന്നെയാണെങ്കിലും ജാതി പുരുഷാധിപത്യ ഇസ്ലാമിക് ഫോബിക് ആയിട്ടുള്ള കേരളത്തെ ഇല്ലാതാക്കാനായിട്ട്. ഗൗതമേ, ഇതൊക്കെ കുറെ വാക്കുകളുടെ ഗിമ്മിക്സുകൾ മാത്രമാണ്. KEN പറഞ്ഞതാണ്. KEN പറഞ്ഞോട്ടെ. KEN ഇവിടെയുള്ള എല്ലാ സർവ്വശാസ്ത്ര വിശാരദന്മാരിൽ അപ്പോസ്തലനാണോ? അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായമാണ്. ഒരു അധികാരം പിടിക്കുന്നതിന് വേണ്ടി ഒരു ഇസത്തിന് മറ്റൊരു ഇസത്തിനെ കൂട്ടുപിടിക്കേണ്ടി വരിക എന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ അപജയം എന്താണ്? കമ്മ്യൂണിസം ഇവിടെ എങ്ങനെയാണ് രൂപം കൊണ്ടത്? കമ്മ്യൂണിസം എന്തിനു വേണ്ടിയാണ് നിലകൊണ്ടത്? അടിസ്ഥാന വർഗത്തിൻ്റെ അടിയാള വർഗത്തിൻ്റെ മർദ്ദിതരുടെയും ചൂഷിതരുടെയും ഉന്നമനത്തിന് വേണ്ടിയാണ് അത് നിലകൊണ്ടത്. മുസ്ലിങ്ങൾ ചൂഷണം നേരിടുന്നുണ്ട്. മുസ്ലിങ്ങൾ BJPക്കാരിൽ നിന്നും RSSകാരിൽ നിന്നും ചൂഷണം നേരിടുന്നുണ്ട്. മുസ്ലിങ്ങൾ അതുപോലെ എല്ലാ വിഭാഗങ്ങളും ഓരോരോ വിഭാഗങ്ങളിൽ നിന്നും ചൂഷണം നേരിടുന്നുണ്ട്.
നേരിടുന്നത്. ഹിന്ദു വിഭാഗം ചൂഷണം നേരിടുന്നില്ലേ? ക്രൈസ്തവ വിഭാഗം ചൂഷണം നേരിടുന്നില്ലേ? അതിനിപ്പോൾ ഈ ഇസ്ലാമിസ്റ്റുകൾ മാത്രം അല്ലെങ്കിൽ ഇസ്ലാമികതകൾ മുസ്ലിംസ് മാത്രമാണ് ചൂഷണം നേരിടുന്നതെന്ന് KN പറഞ്ഞത്. മറ്റു മതവിഭാഗങ്ങളിലേക്ക് KN ഇറങ്ങട്ടെ, ഇന്ത്യയുടെ നാനാഭാഗങ്ങളിൽ ചുറ്റി സഞ്ചരിക്കട്ടെ. എത്രയെത്ര മതവിഭാഗങ്ങളിലുള്ള ആളുകൾ ചൂഷണത്തിന് ഇരയാവുന്നുണ്ട്. KN ഇവർ മാത്രം ചൂഷണത്തിന് ഇരയാവുന്നത് കണ്ടുള്ളൂ. അപ്പോൾ ഇവിടെ കമ്മ്യൂണിസത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇസ്ലാമിസത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് കമ്മ്യൂണിസത്തെ വളർത്താം, അധികാരത്തിൽ എത്തിക്കാം എന്നുള്ള രഹസ്യ അജണ്ടയുടെ പേരിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം മാത്രമായിട്ട് എനിക്കൊരു നിഷ്പക്ഷവാദി എന്ന രീതിയിൽ അതിനെ കാണാൻ പറ്റുള്ളൂ. ഹിന്ദുത്വ തീവ്രവാദമായാലും ഇസ്ലാമിക തീവ്രവാദമായാലും എല്ലാത്തിനെയും തീവ്രവാദം എന്ന രീതിയിൽ വിവക്ഷിക്കാനേ നമുക്ക് സാധിക്കും. ഒരു കാര്യം ഞാൻ കൃത്യമായിട്ട് പറയാം. മുസ്ലിം സമുദായത്തിലുള്ള ആളുകൾക്ക് ഇത് ഞങ്ങളുടെ പാർട്ടിയാണ്, ഞങ്ങളെ പിന്തുണയ്ക്കുന്ന പാർട്ടിയാണ് എന്ന ഒരു തോന്നലില്ലാതെ ആരും വോട്ട് ചെയ്യാൻ പോകുന്നില്ല. അതൊരു വാസ്തവമാണ്. ഗൗതമേ, ഇത് എന്താ സംഭവിച്ചത്? ഗൗതമേ, ഇത് ഓരോരോ രാഷ്ട്രീയ നിലപാടുകളുള്ള ആളുകൾ അതാത് സമയത്ത് തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുമ്പോൾ എങ്ങനെ 4 വോട്ട് നേടാം, എങ്ങനെ അധികാരം നിലനിർത്താം എന്ന് പറയുമ്പോൾ അവരുടെ ആദർശങ്ങൾ വെടിഞ്ഞുകൊണ്ട് അങ്ങനെയല്ലാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് മതന്യൂനപക്ഷങ്ങളായാലും മതഭൂരിപക്ഷങ്ങളായാലും ഇളകിത്തെറിച്ചു പോകുന്നത്. ഇപ്പോൾ നോക്കൂ, CPM-നെ സംബന്ധിച്ചിടത്തോളം ശബരിമല അവർക്ക് കൈപൊള്ളിയൊരു അവസ്ഥ തന്നെയാണ്. ശബരിമലയിൽ ഉണ്ടാക്കിയ എല്ലാ പ്രശ്നങ്ങൾക്കും ഉത്തരവാദിത്തം അവസാനം CPM-നെ ഏറ്റെടുക്കേണ്ടി വന്നു. ശബരിമലയിൽ തെറ്റുപറ്റിയെന്ന് CPM സമ്മതിച്ചു കാലം കുറെ കഴിഞ്ഞ്. ഇതുപോലെ CPM-ന് എല്ലാ കാലത്തും ഇത് തന്നെ സംഭവിക്കുന്നത്. അപ്പം മതന്യൂനപക്ഷങ്ങളായാലും മതഭൂരിപക്ഷമായാലും കൂടെ നിർത്തണം എന്നുണ്ടെങ്കിൽ അവനവൻ്റെ ആദർശ സിദ്ധാന്തങ്ങളിൽ നിന്ന് വ്യതിചലിക്കാതെ, കമ്മ്യൂണിസത്തിന് തനതായൊരു നിലനിൽപ്പുണ്ടായിരുന്നേ. ഇവിടെ കമ്മ്യൂണിസം കേരളത്തിൽ എങ്ങനെ നിലനിന്നത്? കമ്മ്യൂണിസം നിലനിൽക്കണം എന്നുള്ള അഭിപ്രായക്കാരൻ തന്നെയാണ് ഞാൻ. ഇടതുപക്ഷത്തിനൊരു സ്പേസ് ഉണ്ട്. ഇടതുപക്ഷം നിലനിന്നാൽ മാത്രമേ ഒരു തിരുത്തൽ ശക്തിയായിട്ടെങ്കിലും ഇവിടെ മുന്നോട്ട് പോകാൻ കാര്യങ്ങൾ കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ തീർത്തും കമ്മ്യൂണിസത്തിൽ വന്നിരിക്കുന്ന അപജയങ്ങൾ മറികടക്കണമെന്നുണ്ടെങ്കിൽ അത് ഇസ്ലാമിസത്തിന്റെ വശങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ടുള്ള നിലനിൽപ്പുള്ളൂ എന്ന് പറയുന്നത് കമ്മ്യൂണിസത്തെ അവഹേളിക്കുന്ന. അതെങ്ങനെയോ ആയിരിക്കാം. പക്ഷേ ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം BJP ആയിക്കോട്ടെ, UDF ആയിക്കോട്ടെ, CPM ആയിക്കോട്ടെ, അധികാരം തന്നെയാണ് ഇവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അതിനായിട്ട് ഇവർ പല രീതിയിലുള്ള തന്ത്രങ്ങൾ പയറ്റും. മലപ്പുറം പോലൊരു സ്ഥലം, മലപ്പുറം പോലത്തെ ഒരു സ്ഥലത്ത് 10-16 എത്രയോളം സീറ്റുകളുണ്ടല്ലോ. ഇവിടെ എന്തുകൊണ്ടാണ് ഇടതുപക്ഷം, മതേതരത്വം മുമ്പോട്ട് വെക്കുന്ന ഇടതുപക്ഷത്തിന് പിടിച്ചടക്കാനായിട്ട് മലപ്പുറത്ത് എന്തുകൊണ്ട് പറ്റുന്നില്ല? മുസ്ലിം ലീഗ് മാത്രമാണ് ജയിക്കുന്നത്. അപ്പോൾ ആ പ്രതിസന്ധി മലപ്പുറം പിടിച്ചടക്കുക എന്ന് പറയുന്ന ഒരു വലിയ ലക്ഷ്യത്തിലേക്ക് CPM-ന് എത്തിച്ചേരണമെങ്കിൽ KN പോലുള്ള നിരവധി ആളുകൾ രംഗത്ത് വരണം. ജിഹാദി കമ്മ്യൂണിസം എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല, അത് വലിയ കാര്യമാണെന്ന് പറയുന്ന ആളുകൾ വന്നു കഴിഞ്ഞാൽ മാത്രമേ മലപ്പുറം CPM-ന് പിടിച്ചടക്കാൻ പറ്റൂ. അത് പാർട്ടി തിരിച്ചറിഞ്ഞിരിക്കുന്നു. അതാണ് ഇതിന്റെ യാഥാർത്ഥ്യം. KN പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അധികാരത്തിൽ എത്തിക്കുന്നതിന് വേണ്ടി എങ്ങനെ ഇസ്ലാമിനെ ഉപയോഗിക്കുക എന്നുള്ളതാണ്. അത് KN-ന്റെ അജണ്ടയാണത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടീനെ അധികാരത്തിലെത്തിക്കുന്നതിന് വേണ്ടി വിപ്ലവ പ്രസ്ഥാനത്തിനൊപ്പം നടക്കുന്ന, ഇടതുപക്ഷ പ്രസ്ഥാനത്തിനൊപ്പം നടക്കുന്ന പഴയ പ്രഭാഷകനായ, എഴുത്തുകാരനായ, ചിന്തകനായ KN-ന്റെ ചിന്ത അങ്ങനെയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അധികാരത്തിൽ വീണ്ടും എത്തിക്കണം എന്നുണ്ടെങ്കിൽ ഒരു കുറുക്ക് വഴി ഉണ്ടെങ്കിൽ ഇസ്ലാമിസ്റ്റുകളായിട്ട് ചേർന്ന് പോകാന്നുള്ളതായിരിക്കും അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇവിടെ ഞാൻ ഒരു സ്വതന്ത്ര ചിന്തകൻ അല്ലെങ്കിൽ സ്വതന്ത്രമായി ചിന്തിക്കാൻ താല്പര്യം കാണിക്കുന്ന ഒരാൾ എന്ന രീതിയിൽ ഞാൻ മനസ്സിലാക്കുന്നത് കമ്മ്യൂണിസത്തിന് തനതായ ഒരു നിലനിൽപ്പുണ്ട്. ഈ കമ്മ്യൂണിസം തനതായ അതിൻ്റെ എല്ലാവിധ സ്വത്വബോധത്തോടു കൂടി അത് നിലനിൽക്കുമ്പോൾ മാത്രമേ അതിനെ നമുക്ക് കമ്മ്യൂണിസം എന്ന് വിളിക്കാൻ പറ്റുള്ളൂ. കമ്മ്യൂണിസമാണ് നിലനിൽക്കേണ്ടത്. കമ്മ്യൂണിസം നിലനിൽക്കേണ്ട ഇസ്ലാമിസത്തിന്റെ പകുതി കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ അതിനെ എന്ത് എന്ന് വിളിക്കാം? കമ്മ്യൂണിസത്തിന്റെ അടിസ്ഥാന തത്വം എന്താണ്? അടിസ്ഥാന തത്വം എന്ന് പറയുന്നത് അസമത്വങ്ങളില്ലാത്ത, എല്ലാവരും തമ്മിൽ സമത്വമുള്ളൊരു ലോകം എന്നുള്ളതാണ്. എന്താണ് ഇസ്ലാമിന്റെ അടിസ്ഥാന ആശയം? അത് തന്നെയാണ് ഇസ്ലാമിന്റെ അടിസ്ഥാന ആശയം, അത് തന്നെയാണ് കമ്മ്യൂണിസത്തിന്റെ അടിസ്ഥാന ആശയം. അതുകൊണ്ടാണ് ഇസ്ലാമും കമ്മ്യൂണിസവും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ഒരു മഹാവിപ്ലവം ഉണ്ടാകട്ടെ എന്ന് പാർട്ടി ഇപ്പം ചിന്തിക്കുന്നു. അല്ലാതെ പാർട്ടി ചിന്തിക്കാനല്ല, KN പറഞ്ഞ കാര്യമാണ്. ഒരു വലിയ വിപ്ലവം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇസ്ലാം പോലുള്ള ഒരു പരിഷ്കരിക്കപ്പെട്ട ഒരു മതത്തിനെ കൂട്ടുപിടിച്ചാൽ കമ്മ്യൂണിസത്തിന് നിലനിൽപ്പുള്ളൂ എന്ന് പറഞ്ഞത് തീർത്തും കമ്മ്യൂണിസത്തെ അവഹേളിക്കുന്നതിന് തുല്യമാണെന്ന് എനിക്ക് പറയാൻ സാധിക്കൂ. അത് KN-ന്റെ സ്വതന്ത്രമായ ചിന്തയെ നമ്മൾ ചോദ്യം ചെയ്യുന്നില്ല. അത് അദ്ദേഹത്തിൻ്റെ അവകാശമാണ്, അദ്ദേഹത്തിൻ്റെ പൗരസ്വാതന്ത്ര്യമാണ്. അതിന് നമ്മൾ എതിർക്കുന്നില്ല. പക്ഷേ കമ്മ്യൂണിസത്തിന് സ്വതന്ത്രമായ ഒരു നിലനിൽപ്പുണ്ട്. കമ്മ്യൂണിസം അങ്ങനെ തന്നെയാണ് വളർന്നത്. അതിന് വളരുന്ന അതിനെ പറ്റിയ അപജയങ്ങളെ കുറിച്ച് മാത്രം അത് ചിന്തിക്കുക. നിലവിലത്തെ ഒരു സാഹചര്യത്തിൽ തനതായിട്ടുള്ള കമ്മ്യൂണിസവും പറഞ്ഞുകൊണ്ട് ഒരു മനുഷ്യൻ വോട്ട് ചെയ്യാൻ പോകുന്നില്ല. കാരണം എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മതേതരമായിട്ട് ചിന്തിക്കുന്ന ബഹുഭൂരിപക്ഷം ഹിന്ദുക്കളും അതൊക്കെ മാറ്റി വെച്ചുകൊണ്ട് മതബോധത്തിലേക്കാവുകയും ഞാനൊരു ഹിന്ദുവാണ് എന്ന് പറയുന്ന ഐഡന്റിറ്റിയിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്ന ഒരു സന്ദർഭത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ ഒരു സന്ദർഭത്തിലാണ് ആ വോട്ടുകൾ മുഴുവൻ BJP-യിലേക്ക് പോകുന്നത്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ പാർട്ടിക്ക് നിലനിൽക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഏത് പാർട്ടിക്ക് നിലനിൽക്കണം എന്ന് ആഗ്രഹം ഉണ്ടാവും. അതുകൊണ്ട് പഴയ സാധനങ്ങളൊക്കെ മാറ്റി വെച്ചുകൊണ്ട്
ഇസ്ലാമിനെ കൂടെ ചേർത്തുകൊണ്ട് വളരുക എന്നാണ് അവർ ആലോചിക്കുന്നത്. അത് വിജയകരമാകുമോ ഇല്ലയോ എന്നുള്ളത് വേറൊരു കാര്യമാണ്. തീർത്തും ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയല്ല. കാരണം ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ എത്രയോ നല്ല ക്രൈസ്തവ വിഭാഗക്കാരുണ്ട്, മറ്റ് വിഭാഗക്കാരുണ്ട്. അപ്പോൾ ഇസ്ലാമിസത്തെ മാത്രം കൊണ്ട് കമ്മ്യൂണിസത്തെ വളർത്താൻ പറ്റുള്ളൂ, അധികാരത്തിലേക്ക് വരാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ അത് തീർച്ചയായും കമ്മ്യൂണിസ്റ്റുകാർക്ക് ഒരു തിരിച്ചടിയായിരിക്കും എന്നുള്ളതാണ് എനിക്ക് എൻ്റെ പരിമിതമായ പാർട്ടി ചിന്തിക്കുന്ന ഒറ്റ കാര്യമുള്ളൂ. അല്ല, പാർട്ടി ഇങ്ങനെ ചിന്തിക്കണമെന്നറിയില്ല, പാർട്ടി ചിന്തിക്കുന്ന ഒറ്റ കാര്യമുള്ളൂ. അധികാരത്തിൽ ബ്ലോക്ക് ആയിട്ട് അവർക്ക് നഷ്ടപ്പെട്ടു പോയ ന്യൂനപക്ഷ വോട്ടുകൾ തീർച്ചയായിട്ടും തിരിച്ചു പിടിക്കും. ഇങ്ങനെയുള്ള വർത്തമാനങ്ങളൊക്കെ നടത്തിയാൽ മാത്രമേ വി.ഡി. സതീശൻ RSS കാരനാണെന്ന് പറയണം, RSSന്റെ ഏജന്റ് ആണെന്ന് പറയണം. ഇങ്ങനെയൊക്കെ പറഞ്ഞു മുസ്ലിം സമുദായത്തിന്റെ വോട്ട് തിരിച്ച് പെട്ടിയിലേക്കാകും. സിമ്പിൾ, വേറെ ഒന്നുമില്ല. അത് രാഷ്ട്രീയ കളികളാണ്, നിലപാടുകളല്ല. രാഷ്ട്രീയ കളികളാണ്. അല്ല, ആർക്കാണ് നിലപാടുകൾ? ഏത് പാർട്ടിക്കാണ്? വി.ഡി. സതീശന്റെ നിലപാടുണ്ടോ? അദ്ദേഹം PM ശ്രീയിലെ ഒരു കാര്യം പറയട്ടെ, നിഷ്പക്ഷമായിട്ട് സ്വതന്ത്രമായിട്ട് ചിന്തിക്കുന്ന അങ്ങയോട് ഞാനൊരു കാര്യം പറയുന്നത്, ആർക്കാണ് ഇവിടെ നിലപാടുള്ളത്? ഒരാൾക്കും നിലപാടില്ല. വി.ഡി. സതീശന് നിലപാടുണ്ടോ? വി.ഡി. സതീശൻ PM ശ്രീയിൽ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ പറഞ്ഞ കാര്യം എന്താണ്? അതല്ല, ഇപ്പൊ അദ്ദേഹത്തിന്റെ പാർട്ടിയിലെ ആളുകൾ പോലും, ഇപ്പൊ ജിൻഡോ ജോണിലെ ആളുകൾ പോലും ഇതേ കാര്യമാണ് പറയുന്നത്. അപ്പൊ നിലപാടിന്റെ കാര്യം പറയേണ്ട, അധികാരം മാത്രമാണ് എല്ലാ പാർട്ടിയുടെയും എല്ലാ നേതാക്കളുടെയും ആഗ്രഹം. അതിന്റെ ഭാഗമായിട്ട് നഷ്ടപ്പെട്ടു പോയ മുസ്ലിങ്ങളെ കൂടെ നിർത്താൻ പറ്റുമോ എന്നാണ് PM-ശ്രീയുടെ കാര്യം. അത് വേറെ വിഷയമാണ്. PM-ശ്രീയുടെ കാര്യം പറഞ്ഞ വി.ഡി. സതീശന്റെ തലയിലേക്ക് അത് കൊണ്ടുപോയിട്ടേണ്ട കാര്യമില്ല. PM-ശ്രീ ആരാണ് ഒപ്പുവെച്ചത്? കാര്യം പറയട്ടെ, ആ പാർട്ടിയിലെ ജിൻഡോ ജോണിലെ പോലുള്ള നേതാക്കളാണ് വിമർശിക്കുന്നത്, ഞാനല്ല. അല്ല, ജിൻഡോ ജോൺ വിമർശിച്ചോട്ടെ, അത് ജിൻഡോ ജോണിന്റെ സ്വാതന്ത്ര്യമാണ്, വിമർശിക്കാം. വിമർശനത്തിന് അതീതരല്ല ആരും. അപ്പൊ PM-ശ്രീ എന്ന പദ്ധതി ഒപ്പുവെച്ചത് മുൻ മുഖ്യമന്ത്രിയായ പിണറായി വിജയനും പിണറായി വിജയന്റെ അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയായ ശിവൻകുട്ടിയും തന്നെയാണ്. രായ്ക്ക് രായ്മാനം പാർട്ടിയിൽ ആലോചിച്ചില്ല, മുന്നണിയിൽ ആലോചിച്ചില്ല, മന്ത്രിസഭയിൽ ആലോചിച്ചില്ല. ഒപ്പിട്ട് വന്നതിന് ശേഷമാണ് ഞാൻ പറയട്ടെ, പിന്നീട് CPI ശക്തമായി എതിർത്തതിന്റെ പേരിലാണ് ഇത് മരവിപ്പിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കത്തെഴുതിയത്. അത് ഒരു കാരണവശാലും അങ്ങനെ ഒപ്പിട്ട് കഴിഞ്ഞാൽ മരവിപ്പിക്കാനും പറ്റില്ല, പദ്ധതി വേണ്ടാന്നും വയ്ക്കാനും പറ്റില്ല. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പദ്ധതി കേന്ദ്രത്തിന്റെ അവിടെ പോയി ഒപ്പിട്ട് കൊടുത്താൽ മരവിപ്പിക്കാനും പറ്റില്ല, അത് ഉപേക്ഷിക്കാനും പറ്റില്ല എന്ന് പിണറായി വിജയൻ അറിയാം. പിണറായി വിജയൻ തന്നെയാണ് അതിന്റെ വക്താവ്. ഇനിയിപ്പോൾ നിങ്ങളുടെ രാഷ്ട്രീയം എന്തായാലും അത് ഞാൻ ചർച്ച ചെയ്യുന്നില്ല. ജിൻഡോ ജോൺ അത് എതിർത്തിട്ടുണ്ടോ എന്നുണ്ട്, ആ ജിൻഡോ ജോണിന്റെ സ്വാതന്ത്ര്യം. ഇതിന്റെ കാരണക്കാരൻ ഒപ്പിട്ടതിന്റെ കാരണം പിണറായി വിജയ്ക്കും നമ്മുടെ ശിവൻകുട്ടിക്കും തന്നെയാണ് ഉത്തരവാദിത്തം. അതിൽ യാതൊരു കാര്യമില്ല. ഒരു മന്ത്രിസഭ എന്ന് പറഞ്ഞാൽ മറ്റൊരു മന്ത്രിസഭയുടെ തുടർച്ച തന്നെയാണ്. നയത്തിന്റെ പേരിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളല്ലാതെ എല്ലാ പദ്ധതികളും ഒരു സർക്കാരിൻ്റെത് മറ്റൊരു സർക്കാരിന് തള്ളിക്കളയാൻ പറ്റില്ല. ഇത് തള്ളിക്കളയാനും പറ്റില്ല. ഒപ്പിട്ട് വെച്ചിരിക്കുന്ന ഒരു സാധനം എങ്ങനെയാണ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി പ്രകാരം സൈൻ ചെയ്തിരിക്കുന്ന ഒരു കാര്യം എങ്ങനെ വേണ്ടെന്ന് നോക്കാൻ പറ്റും? അപ്പം വി.ഡി. സതീശൻ കൃത്യമായിട്ട് ജനങ്ങളോട് പറയണം, ഞങ്ങൾ ഇങ്ങനെയുള്ള ജനങ്ങളെ പറ്റിക്കുകയാണ്. പ്രതിപക്ഷത്തിരിക്കുമ്പം അറബിക്കടലിൽ തള്ളും എന്ന് പറഞ്ഞ സാധനമാണ്. ഇപ്പൊ എതിർപ്പുമായിട്ട് വന്ന് വരുന്ന വിഷയത്തിൽ നിന്ന് മാറി ഈ വിഷയം പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. സതീശൻ അത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഇന്നതാണ് സംഭവിച്ചതെന്ന് സതീശൻ കൃത്യമായി നിയമസഭയിലും പറഞ്ഞിട്ടുണ്ട്. മാധ്യമങ്ങൾ ഞാൻ പറഞ്ഞ ഓരോ ആളുകളും ഇപ്പൊ നോക്കൂ, അങ്ങനെയാണെങ്കിൽ മുസ്ലിം ലീഗിന്റെയാണ് മന്ത്രി, വിദ്യാഭ്യാസ മന്ത്രി ഇപ്പോൾ മുസ്ലിം ലീഗിന്റെയാണ് ബഷീർ പറഞ്ഞല്ലോ, അതിന്റെ നിലപാടുകൾ അനുസരിച്ച കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. നേരത്തെ ഒരു രാജ്യത്തിന് സ്വീകരിച്ചിരിക്കുന്ന ഒരു പോളിസിയുടെ അടിസ്ഥാനത്തിൽ അങ്ങ് പറഞ്ഞൊരു കാര്യം, നിലപാടിൽ നിന്ന് CPM വ്യതിചലിക്കാൻ പാടില്ല എന്നാണ് അങ്ങ് പറഞ്ഞത്. പ്രതിപക്ഷത്തിരിക്കുമ്പോ PM ശ്രീ അറബിക്കടലിൽ തള്ളും എന്ന് പറഞ്ഞ പ്രതിപക്ഷം ഇപ്പം പ്രതിപക്ഷത്ത് മാറി അധികാരത്തിൽ വരുമ്പം എന്തിനാണ് നിലപാട് മാറ്റുന്നത്? അല്ല, ഈ നിലപാടുകൾ സ്വീകരിക്കേണ്ട കാര്യം തന്നെയാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഈ PM-ശ്രീ ഒപ്പുവെച്ചതിൻ്റെ ഉത്തരവാദിത്തം വി.ഡി. സതീശൻ്റെ തലയിൽ കൊണ്ടുവന്ന് വയ്ക്കാൻ ആരെങ്കിലും ശ്രമിക്കും. ഞാൻ വി.ഡി. സതീശൻ്റെ രാഷ്ട്രീയത്തിൻ്റെ ഐഡിയോളജി പിന്തുടരുന്ന ആളൊന്നുമല്ല. പക്ഷേ അതിൻ്റെ ഉത്തരവാദിത്തം പിണറായി വിജയൻ സർക്കാരിന് തന്നെയാണ്, യാതൊരു സംശയമില്ല. ഞാനും അന്ന് ഈ കാര്യം കൃത്യമായി തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്ന ആളാണ്. അതിനുവേണ്ടി ഞാനത് പഠിച്ച ആൾ കൂടി തന്നെയാണ്. നമ്മൾ സത്യമായ വസ്തുതകളെ മറന്നുകൊണ്ട് സംസാരിക്കാൻ നമ്മൾ തയ്യാറല്ല. നിലപാടുകൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഉണ്ടായിരിക്കും. അങ്ങനെ നിലപാടുകളില്ലാത്ത ആളുകളെ ജനം തള്ളിക്കളയും, അത് ഉറപ്പാണ്, ഏത് രാഷ്ട്രീയ പാർട്ടിയാലും. പിന്നെ ഏതെങ്കിലും ഒരു ഇസത്തെ വളർത്താൻ വേണ്ടി മറ്റൊരു ഇസത്തിനെ കൂട്ടുപിടിച്ചാലേ അതിന് പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അധികാരത്തിലേക്കുള്ള കുറുക്ക് വഴികളാണ്. ഒരു സോപ്പിനെ കഴുകാൻ മറ്റൊരു സോപ്പ് വേണം എന്ന് പറയുന്നത് പോലെയാണ് ഞാൻ അതിനെ മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തത്തിൽ ഉറച്ച് നിൽക്കുന്ന ആളുകൾ മനസ്സിലാക്കുക, കമ്മ്യൂണിസം ഇവിടെ നിലനിൽക്കണമെങ്കിൽ ഇസ്ലാമിൽ നിന്നും അംശങ്ങൾ പിടിച്ചു പറ്റണോ, അല്ലെങ്കിൽ ഇസ്ലാമിനെ കൂട്ടുപിടിക്കണോ, അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റിയെ കൂട്ടുപിടിക്കണോ, ഹിന്ദുസത്തെ കൂട്ടുപിടിക്കണോ എന്നൊക്കെ അവർ തീരുമാനിക്കട്ടെ. എന്തായാലും ഈ കഴിഞ്ഞ ദിവസം MA ബേബി പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത്
കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് ഈശ്വര വിശ്വാസത്തിനെതിരാണ്, അല്ലെങ്കിൽ ദൈവത്തിനെതിരാണ് എന്ന് പറയുന്ന കുറേയധികം തെറ്റിദ്ധാരണ നമ്മുടെ സംസ്ഥാനത്ത് കുറേ ആളുകൾ പരത്തുന്നുണ്ട്. ഇത് തെറ്റാണ്. അപ്പം ഇങ്ങനെയുള്ള കുറേയധികം കാരണങ്ങൾ കൊണ്ട് ക്രിസ്ത്യൻ വിഭാഗത്തിലുള്ള ആളുകൾക്കും അല്ലെങ്കിൽ മുസ്ലിം വിഭാഗത്തിലുള്ള ആളുകൾക്കും പാർട്ടിയോട് അങ്ങ് ഒട്ടി നിൽക്കാനായിട്ടുള്ള ഒരു വിമുഖതയുണ്ട്. കാരണം ഇവർ ഈശ്വര വിശ്വാസികളല്ല, നിരീശ്വരവാദികളാണെന്നുള്ളത്. അപ്പം ആ ഒരു പല്ലവിയൊക്കെ ഇപ്പോൾ പാർട്ടി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇസ്ലാമിനും കമ്മ്യൂണിസത്തിനും കൂടി യോജിച്ചുകൊണ്ട് പോകാൻ പറ്റുന്ന കുറേയധികം ഘടകങ്ങളുണ്ട്. ആ ഘടകങ്ങളെക്കുറിച്ചാണ് പാർട്ടി ഇനി വരും വർഷങ്ങളിൽ സംസാരിക്കാൻ പോകുന്നത്. നഷ്ടപ്പെട്ടു പോയ ന്യൂനപക്ഷ വോട്ടുകൾ നമ്മളിത് എവിടെയെങ്കിലും നിർത്തണം. ഈ അതെ അതെ, ഇങ്ങനെ പറഞ്ഞു പോയാൽ നമ്മൾ ഒരുപാട് പറഞ്ഞു. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈശ്വരവിശ്വാസികൾക്കെതിരല്ല, ഈശ്വരവിശ്വാസത്തിനെതിരല്ല എന്നൊക്കെ പറയുമ്പോൾ ഇവർ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽപ്പെട്ട അതിൻ്റെ വലിയ നേതാക്കന്മാരെന്നറിയപ്പെടുന്നവരാണല്ലോ തെരഞ്ഞെടുപ്പിലൂടെ ജയിച്ച് MLA ആവുന്നതും മന്ത്രിയാവുന്നതൊക്കെ നമ്മൾ മനസ്സിലാക്കിയേക്കണത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു മന്ത്രി ശബരിമല സന്നിധാനത്തിൽ തീർത്ഥം കൊടുത്തു കഴിഞ്ഞപ്പോൾ പെരുമാറ്റ രീതികളൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഈശ്വരവിശ്വാസം ഇല്ലാത്തത് പോട്ടെ, ഈശ്വരവിശ്വാസികളെ നിഷേധിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനമാണ് അന്ന് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള, ഞാൻ പേരെടുത്ത് പറയുന്നില്ല, എനിക്ക് വൃത്തിയായിട്ട് അറിയാം ആരാണെന്നുള്ളത്. അപ്പോൾ ഇത് ഓരോരോ അസന്നിഗ്ധമായ ഘട്ടത്തിൽ നമുക്ക് ഓരോരോ അടികൾ ഉണ്ടായി കഴിയുമ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഞങ്ങൾ അങ്ങനെയല്ല, ഞങ്ങൾ ഇങ്ങനെയല്ല എന്ന് പറയുന്നതിന് പകരം ജനങ്ങളിലേക്ക് ഇറങ്ങി അത് ബോധ്യപ്പെടുത്താൻ സാധിക്കണം. ആ നിലപാടുകൾ ആരുടേതായാലും ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ അവർ കൂടെ നിൽക്കും. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഇതെല്ലാം ഞാൻ അവസാനം നിർത്തുമ്പോൾ ഇത് പറയാം. എനിക്ക് അന്ധമായ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയോ പിണറായി വിരുദ്ധതയോ VD സതീശൻ വിരുദ്ധതയോ BJP വിരുദ്ധതയോ ഇല്ല. നിലവിലത്തെ ഒരു സാഹചര്യം അനുസരിച്ചിട്ട് ഏതൊരു പാർട്ടിയും ചിന്തിക്കുക എങ്ങനെ അധികാരത്തിൽ വരണം എന്നുള്ളതാണ്. ആ അധികാരത്തിൽ വരണം എന്നതിൻ്റെ കുറുക്ക് വഴിയോ എന്തോ വഴിയോ ആയിക്കോട്ടെ, അവർ മെനയാൻ പോകുന്ന തന്ത്രം എന്ന് പറയുന്നത് ജിഹാദി കമ്മ്യൂണിസം എന്ന് പറയുന്നത് ഒരു ചെറിയ സംഗതിയല്ല, അതൊരു വിശാലമായിട്ടുള്ള സങ്കല്പമാണ്. സാമ്രാജ്യത്വത്തിനെതിരെയുള്ള പോരാട്ടമാണത്. അങ്ങനെ മലപ്പുറം പോലുള്ള ഒരു പ്രദേശത്ത് എങ്ങനെ കീഴടക്കാൻ പറ്റും, അതിലൂടെ ഈ മുസ്ലിം സമുദായത്തിൻ്റെ വോട്ടുകൾ എങ്ങനെ പെട്ടിയിലാക്കാൻ പറ്റും എന്നാണ് നിലവിൽ അവർ ചിന്തിക്കാൻ പോകുന്നത്. അത് വിജയിക്കുമോ ഇല്ലയോ, ഇത് കാപട്യമാണോ എന്നൊക്കെ ഉള്ളത് ജനങ്ങൾ തന്നെ മനസ്സിലാക്കണം, തീരുമാനിക്കട്ടെ. ഓരോരുത്തർക്ക് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ട്. അതുകൊണ്ട് ഓരോരുത്തർ അഭിപ്രായം പറയുന്നത് അവരുടെ അഭിപ്രായം, അത് തീർച്ചയായും രേഖപ്പെടുത്താൻ അവർക്ക് അവകാശമുണ്ട്. അതാവട്ടെ.